Good morning. Okay, Priya, good morning. Kirishma, Saubarnika, Anjana, okay. Good morning. Sandeer, okay. Sneha, Kirishma, Soma, Nandita, okay. Good morning. Yeah, okay. Anita. Okay, എല്ലാവർക്കും good morning. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, മുബീന അറിയല്ലോ. ഓക്കെ. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലെ? ഓക്കെ, ഷംസീന. ഓ, എല്ലാവരും ഇങ്ങനെ ഗുഡ് മോർണിംഗ് ആക്കിയാണ് പ്രസ് ചെയ്യാം. ഓക്കെ. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? ഡയാലിസിസ് സർവീസസ് അല്ലെ? കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്നലെ പഠിച്ചത് അല്ലെ? ഡയാലിസിസ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡയാലിസിസ് വളരെ ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഏത് കാലഘട്ടം തൊട്ടാണ്? 1940s-ലാണ് കേട്ടോ. 1940-ലാണ് കേട്ടോ. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ 1949 ആവും. അതെവിടെ വന്നത്? 1940. ഓക്കെ. പിന്നെ ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 കാര്യങ്ങളെ അല്ലെങ്കിൽ 3 ഫാക്ടേഴ്സിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ആ 3 ഫാക്ടേഴ്സുകളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒന്ന് വന്നിട്ട് ബോഡി സൈസ് ആണ്. രണ്ടാമത്തത് എന്താണ്? എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി അല്ലെ? അതായത് ബോഡിയിലുള്ള വേസ്റ്റിന്റെ അളവ്. പിന്നെ മൂന്നാമത്തെ എന്താണ്? പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദ ഹെൽത്ത് കണ്ടീഷൻ, ആ രോഗിയുടെ ഹെൽത്ത് കണ്ടീഷൻ അല്ലെ? ഈ 3 കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ലെങ്ത് നമ്മൾ നിശ്ചയിക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ പഠിച്ചത് ഡയാലിസിസ് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ 2 സാഹചര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ARF അല്ലെ? അക്യൂട്ട് റീനൽ ഫെയിലിയർ, അഥവാ നമുക്ക് എന്ത് പറയാം? അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയാം. എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് റീസെന്റ് ആയിട്ട് കിഡ്നി ഫെയിലിയർ ആവുന്ന സാഹചര്യം, അതിനെയാണ് നമ്മൾ അക്യൂട്ട് റീനൽ ഫെയിലിയർ അഥവാ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഡയാലിസിസ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞു അതൊരു പരിധി വരെ റിവേഴ്സിബിൾ ആണ്. കാര്യം പെട്ടെന്ന് ഉണ്ടാവുന്നതാണ്. അതിന്റെ ഇഷ്യൂ അല്ലെങ്കിൽ അതിന്റെ പ്രോബ്ലം എന്താണെന്നുള്ളത് കറക്റ്റ് ഡയഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കിഡ്നി ബെറ്റർ ആകുന്നത് വരെ മാത്രം എന്ത് ചെയ്താൽ മതി? ഡയാലിസിസ് നമ്മൾ ചെയ്താൽ മതി. ഓക്കെ. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ESKD ആണ്, എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്. അഥവാ ക്രോണിക് എന്താണ്? കിഡ്നി ഡിസീസ് ആണ് അല്ലെ? എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ അഥവാ എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ്. അപ്പോ എൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഒരു കിഡ്നിയുടെ പ്രവർത്തനം ഏകദേശം ഒരു 10 to 15%, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഒരു 10 to 15% ചുരുങ്ങി പോകുമ്പോഴാണ് നമ്മൾ ആ കിഡ്നി പൂർണ്ണമായിട്ടും തകരാറിലായി എന്ന് പറയുന്നത്. അതാണ് ശരിക്കും എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പൊ അത്തരം സാഹചര്യത്തിലും നമ്മൾ എന്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്? ഡയാലിസിസ് ഉപയോഗിക്കുന്നുണ്ട്. ഇതുവരെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. വായിച്ചു നോക്കിയോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ബാക്കി നോക്കാം കേട്ടോ. ഞാൻ ഓൺമ്യൂട്ട് ചെയ്യണേ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഹൗ ഇറ്റ് വർക്ക്സ് കേട്ടോ. അതായത് നമുക്കറിയാലോ ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിഡ്നി ചെയ്യുന്ന പ്രവർത്തനങ്ങള്, കിഡ്നി ഫെയിലിയർ ആയി കഴിഞ്ഞാൽ കിഡ്നി ചെയ്യുന്ന പ്രവർത്തനങ്ങള് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് അല്ലെ? ഡയാലിസിസിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? കിഡ്നിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. അപ്പൊ അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ശരീരത്തില് കിഡ്നിയുടെ ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ് അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നോക്കാം. Dialysis discharges some of the duties that kidney normally does to keep your body in balance, such as first point ഇതാണ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കാം. Properly functioning kidneys prevent extra water, waste and other impurities from piling up in the body. എന്താണ് പറയുന്നത്? നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് അല്ലെ? കിഡ്നി എന്താ ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിനകത്തുള്ള അധിക ദ്രാവകങ്ങള് അല്ലെങ്കിൽ മാലിന്യങ്ങളൊക്കെ എന്താണ് കുമിഞ്ഞു കൂടുന്നത് പ്രിവെന്റ് ചെയ്യുന്നത് ആരാണ്? കിഡ്നിയാണ്. എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളെ അധിക ദ്രാവകങ്ങളെയൊക്കെ പുറന്തള്ളാനായിട്ട് സഹായിക്കുന്നത് ആരാണ്? കിഡ്നിയാണ് അല്ലെ? അപ്പൊ കിഡ്നിയുടെ ഒന്നാമത്തെ ഫംഗ്ഷൻ അറിയാലോ,
ഇനി അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. പ്രോപ്പർലി ഫംഗ്ഷനിങ് കിഡ്നീസ് പ്രിവെന്റ് എക്സ്ട്രാ വാട്ടർ, വേസ്റ്റ് ആൻഡ് അതർ ഇംപ്യൂരിറ്റീസ് ഫ്രം പൈലിംഗ് അപ്പ് ഇൻ ദ ബോഡി. പൈലിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഇത്തരം വേസ്റ്റുകൾ കുമിഞ്ഞു കൂടുന്നത് തടയുന്നത് ആരാണ്? കിഡ്നിയാണ്. ഓക്കെ. രണ്ടാമത്തെ എന്താണ് നോക്കിയേ, രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ. They also help to control blood pressure and control the levels of chemical elements in the blood. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് പ്രഷർ അല്ലെ, രക്തസമ്മർദ്ദത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നതും ആര് തന്നെയാണ്? കിഡ്നിയാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നതും കിഡ്നിയാണ്. അത് മാത്രമല്ല നമ്മുടെ ശരീരത്തിലുള്ള ധാതു ലവണങ്ങൾ അല്ലെ, കെമിക്കൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ധാതു ലവണങ്ങളുടെയൊക്കെ ലെവല് ബാലൻസ് ചെയ്യുന്നതും അത് തന്നെയാണ്, കിഡ്നിയാണ് കേട്ടോ. അപ്പോ ഈ കെമിക്കൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് എലമെന്റ്സ് മേ ബി സോഡിയം ആൻഡ് പൊട്ടാസ്യം അല്ലെ. നമ്മുടെ ശരീരത്തില് ധാരാളം ധാതു ലവണങ്ങൾ ഉണ്ട് അല്ലെ. സോഡിയം പൊട്ടാസ്യം കേട്ടിട്ടില്ലേ? സോഡിയം കുറഞ്ഞു പോയി, പൊട്ടാസ്യം കുറഞ്ഞു പോയി എന്നൊക്കെ കേട്ടിട്ടില്ലേ? സോഡിയം ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയാലോ. വളരെ എന്താണ്, നമുക്കൊരു ഭ്രാന്ത് പിടിച്ച പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവും അല്ലെ. വയസ്സായ ആളുകളൊക്കെ വീട്ടിലുള്ളവർക്ക് അറിയാൻ പറ്റും സോഡിയം ഒക്കെ കുറഞ്ഞു പോയി. അതുപോലെ തന്നെയാണ് പൊട്ടാസ്യം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള സോഡിയം പൊട്ടാസ്യം ലവണങ്ങളെയൊക്കെ നമ്മുടെ ശരീരത്തില് ബാലൻസ് ചെയ്ത് നിർത്തുന്നതും ആരാണ്? കിഡ്നിയാണ്. അപ്പൊ അതിലൂടെ നമ്മുടെ ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്ന ഫംഗ്ഷനും ആർക്കുണ്ട്? കിഡ്നിക്കുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. മൂന്നാമത്തെ പോയിന്റ് എന്താ നോക്കി. കിഡ്നി സീറം ആക്ടിവേറ്റ് എ ഫോം ഓഫ് വിറ്റാമിൻ ഡി ദാറ്റ് എൻഹാൻസസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. അതായത് നമ്മുടെ ശരീരത്തില് കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനെ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് എന്ത്? വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് അല്ലെ. വിറ്റാമിൻ ഡിയുടെ തന്നെ സയന്റിഫിക് നെയിം തന്നെ പറയുന്നത് കാൽസിഫെറോൾ ആണ്. അതായത് നമ്മുടെ ശരീരത്തില് കാൽസ്യത്തിന്റെ ആഗിരണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. സൂര്യപ്രകാശത്തിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാ? വിറ്റാമിൻ ഡി ആണ് അല്ലെ. കാൽസ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു എന്താണ്? ഒരു മിനറൽ ആണ് അല്ലെ. കാൽസ്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ല്, പല്ല് അതിന്റെയൊക്കെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരാളാണ് അല്ലെ കാൽസ്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മളൊരു 30+ ഒക്കെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? കാൽസ്യം ടാബ്ലറ്റുകൾ അല്ലെ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ എടുക്കണം അല്ലെ. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനെ എൻഹാൻസ് ചെയ്യുന്ന വിറ്റാമിൻ ഡിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്? കിഡ്നിയാണ് കേട്ടോ. ഓക്കെ, ഇത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള കിഡ്നിയുടെ ഫങ്ഷൻസ്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നാലാമത്തെ പോയിന്റ് അല്ല കേട്ടോ, ജനറൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ ഈ 3 പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. കിഡ്നി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തില് എക്സ്ട്രാ വാട്ടർ, മറ്റ് ഇംപ്യൂരിറ്റീസിനെ പുറന്തള്ളാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിനകത്തുള്ള കെമിക്കൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ സോഡിയം, പൊട്ടാസ്യം പോലെയുള്ള ധാതു ലവണങ്ങളെ ലെവൽ ചെയ്യുന്നതും അതിന്റെ ലെവല് ബാലൻസ് ചെയ്ത് നിർത്തുന്നത് കിഡ്നിയാണ്. മൂന്നാമത് നമ്മൾ പറഞ്ഞ എന്താണ്? നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിന്റെ അബ്സോർപ്ഷന് സഹായിക്കുന്ന വിറ്റാമിൻ ഡിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതും അത് തന്നെയാണ്, കിഡ്നിയാണ്. ഓക്കെ, കിട്ടിയോ? കിഡ്നിയുടെ ഫങ്ഷൻസ് മനസ്സിലായല്ലോ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ഫങ്ഷൻസ് നമ്മുടെ ശരീരത്തിന് താനെ ചെയ്യുന്നുണ്ട്, കിഡ്നി ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കിഡ്നി ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ എന്താവും? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രശ്നത്തിലാവും അല്ലെ. അപ്പൊ അതാണ് അവിടെ പറയുന്നത്, when the kidneys are unable to perform these functions due to the disease or injury, it is dialysis that can help the body run as normally as possible. Without dialysis, salts and other waste product will pile up in the blood, poison the body and damage other organs. അല്ലെ, ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്നതിൽ കിഡ്നി ഫെയിലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് നമുക്ക് ഡയാലിസിസ് കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ആ സമയത്ത് നമ്മൾ ഡയാലിസിസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇങ്ങനെയുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടും അല്ലെ. അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ബോഡിനെ പോയിസൺ ആക്കുകയും മറ്റുള്ള ഓർഗൻസിനെ വരെ അത് ഡാമേജ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? എളുപ്പമല്ലേ ഇതൊക്കെ? അടുത്തത് കേട്ടോ, ഇനി നമുക്ക് പഠിക്കാനായിട്ട് ആ കിഡ്നിയുടെ ഫങ്ഷൻസ് ഒക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ടൈപ്സ് ഓഫ് ഡയാലിസിസ് കേട്ടോ. നമുക്ക് പ്രധാനമായിട്ടും 2 ടൈപ്പ് ഡയാലിസിസുകളാണ് പഠിക്കാനുള്ളത്. അതൊക്കെ ഇത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. ഡയാലിസിസ് പ്രധാനമായിട്ടും 2 ടൈപ്പാണുള്ളത്. ഒന്ന് ഹീമോ ഡയാലിസിസ് കേട്ടോ, രണ്ടാമത്തേത് പെരിറ്റോണിയൽ ഡയാലിസിസ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ?
ഓക്കെ, അപ്പൊ നോക്കുക, ഡയാലിസിസ് പ്രധാനമായിട്ടും 2 ടൈപ്പാണുള്ളത്. ഒന്ന് ഹീമോ ഡയാലിസിസും രണ്ടാമത്തത് എന്താണ്, പെരിറ്റോണിയൽ ഡയാലിസിസും. പെരിറ്റോണിയൽ ഡയാലിസിസ് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നെ പഠിക്കാം. നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തിനെ പറ്റി പഠിക്കണം, ഹീമോ ഡയാലിസിസിനെ പറ്റി പഠിക്കണം. എന്താണ് 4th പോയിന്റ്? ഡ്രഗ്സിന്റെ ഇതിൽ 4th പോയിന്റ് അല്ലാതെ, അത് പോയിന്റ് അല്ല, ആദ്യത്തെ 3 അതാണ് പോയിന്റുകൾ. 4ാമത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ ഇത്തരം ഫങ്ഷൻസ് ചെയ്തതിൽ കിഡ്നി ഫെയിലിയർ ആയി കഴിഞ്ഞാല് നമുക്ക് ഡയാലിസിസ് കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് 4ാമത്തെ പോയിന്റ് അല്ല ശരിക്കും. 3 പോയിന്റ് വരുന്നത് കിഡ്നിയുടെ ഫങ്ഷൻസ് കേട്ടോ. അപ്പൊ ആ ഫങ്ഷൻസ് ചെയ്യുന്നതിൽ കിഡ്നി ഫെയിലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഡയാലിസിസിലൂടെ മാത്രമേ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അത് പോയിന്റ് ഒന്നുമല്ല. അപ്പൊ നോക്കാം, ടൈപ്സ് ഓഫ് ഡയാലിസിസിൽ ഫസ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് ഹീമോ ഡയാലിസിസ് ആണ് കേട്ടോ. ഹീമോ ഡയാലിസിസ് HD എന്നാണ് സൂചിപ്പിക്കുക, HD. അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ കുറച്ച് ഷോർട്ട് ഫോമുകൾ പഠിച്ചു. ARF കേട്ടോ, അക്യൂട്ട് റീനൽ ഫെയിലിയർ, അത് തന്നെയാണ് AK എന്ന് പറയുന്നത് കേട്ടോ, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. അതുപോലെ ESKD അല്ലെ, എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ്. ഓരോ ഷോർട്ട് ഫോമുകൾ വരുമ്പോൾ അതൊക്കെ പഠിച്ചു പോവാം കേട്ടോ. അടുത്തത് HD, ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ HD എന്നാവും കാണുന്നത്. HD എന്താണ്, ഹീമോ ഡയാലിസിസ് എന്നാണ് കേട്ടോ, ഹീമോ ഡയാലിസിസ്. ഓക്കെ, അപ്പൊ ആദ്യം ചോദിക്കട്ടെ, ഹീമോ, ഹീം എന്ന വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹീം എന്ന വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹീമോഗ്ലോബിൻ അല്ലെ, ഹെമറ്റോളജി, ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ, ബ്ലഡ് അല്ലെ. ഓക്കെ, കറക്റ്റ് ആൻസർ, ബ്ലഡ് ആണല്ലേ. ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് ഹീം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ഹീമോ ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കേൾക്കുക, എന്നിട്ട് നമുക്ക് വായിക്കാം കേട്ടോ. ഹീമോ ഡയാലിസിസിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, നമ്മള് ഈ പറയുന്ന ബ്ലഡിനെ, അതായത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ബ്ലഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്, വെളിയിലോട്ട് കൊണ്ടുവരികയാണ്, പുറത്തോട്ട് നമ്മൾ കൊണ്ടുവരികയാണ്. എന്നിട്ട് അവിടെ ഒരു ഡയാലിസിസ് മെഷീൻ ഉണ്ട്. ഈ മെഷീനകത്ത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ ഉണ്ട്, ഒരു ഫിൽറ്റർ ഉണ്ട്. അതിനെ നമ്മൾ ഡയലൈസർ എന്നാണ് പറയാ. എന്താണ് പറയാ, ഡയലൈസർ കേട്ടോ. അതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഡയലൈസർ, DIALYZER കേട്ടോ, ഡയലൈസർ എന്നാണ് പറയാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ശരീരത്തിന്റെ പുറത്തോട്ട് നമ്മൾ ഈ ബ്ലഡ് പുറത്തോട്ട് കൊണ്ടുവരാണ്, വെളിയിലോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ഡയാലിസിസ് മെഷീൻ ഉണ്ട്. ആ മെഷീനകത്തുള്ള ഒരു സ്പെഷ്യൽ ഫിൽറ്റർ ഉണ്ട്, ഒരു സ്പെസിഫിക് മെംബ്രെയിൻ എന്നൊക്കെ നമുക്ക് പറയാം. ആ ഫിൽറ്ററിനെ നമ്മൾ ഡയലൈസർ എന്നാണ് പറയാം. ഈ ഡയലൈസറിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ബ്ലഡിനെ കടത്തി വിടാണ്. അപ്പൊ ബ്ലഡിനെ കടത്തി വിടുമ്പോൾ അവിടെ ഫിൽറ്റർ ചെയ്യപ്പെടാണ്. അതായത് ബ്ലഡിനകത്തുള്ള ഇംപ്യൂരിറ്റീസോ മറ്റ് എന്താ പറയാ, മറ്റ് എക്സ്ട്രാ വാട്ടറും കാര്യങ്ങളെല്ലാം തന്നെ അവിടെ അരിച്ചെടുക്കപ്പെടുകയാണ്, ഫിൽട്ടർ ചെയ്തിട്ട്. ഈ ഫിൽട്ടർ ചെയ്ത ബ്ലഡിനെ, ദാറ്റ് മീൻസ് പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ ഇതേ ഡയാലിസിസ് മെഷീന്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ശരീരത്തിനകത്തേക്ക് കയറ്റി വിടാണ്. ഇതാണ് എന്ത്, ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഹീമോ ഡയാലിസിസിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിന് പുറത്തോട്ട് വെളിയിലോട്ട് നമ്മൾ ബ്ലഡ് കൊണ്ടുവരുന്നു. എന്നിട്ട് അവിടെ ഒരു ഡയാലിസിസ് മെഷീൻ ഉണ്ട്. ആ മെഷീനകത്ത് ഒരു സ്പെസിഫിക് മെംബ്രെയിൻ ഉണ്ട്. അതിനെ നമ്മൾ ഡയലൈസർ എന്നാണ് പറയാ കേട്ടോ, ഡയലൈസർ എന്നാണ് പറയാ. അതിലൂടെ നമ്മൾ ബ്ലഡിനെ കടത്തിവിടാണ്. അപ്പൊ ബ്ലഡിലുള്ള ഇംപ്യൂരിറ്റീസുകളെല്ലാം തന്നെ അവിടെ ഫിൽട്ടർ ചെയ്യപ്പെടാണ്. അങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ടുള്ള പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ ഇതേ മെഷീന്റെ സഹായത്തോടു കൂടി നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറ്റിവിടാണ്. ദാറ്റ് ഈസ് കോൾഡ് ഹീമോ ഡയാലിസിസ്. ഇതാണ് എന്ത്, ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്കത് വായിച്ചു നോക്കാം കേട്ടോ. ഈ കാര്യങ്ങൾ തന്നെയാണ് അവിടെ പറയുന്നത്. The most common type of dialysis is the hemodialysis. കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. The most common type of dialysis എന്ന് പറയുന്നത് ഏതാണ്, ഹീമോഡയാലിസിസ് ആണ് കേട്ടോ. ഇനി എന്താണ് ഹീമോഡയാലിസിസ് എന്നുള്ളതിന് കറക്റ്റ് ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഹീമോഡയാലിസിസ് ഈസ് എ മെത്തേഡ് ഇൻ വിച്ച് എ ഡയാലിസിസ് മെഷീൻ ആൻഡ് എ സ്പെഷ്യൽ ഫിൽറ്റർ called an artificial kidney or a dialyzer is used. കണ്ടോ, അതിനകത്ത് ഒരു സ്പെസിഫിക് മെംബ്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞില്ല, ഒരു ഫിൽറ്റർ ഉണ്ട്. അതിന് നമ്മൾ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്നാണ് പറയാ, അഥവാ ഡയലൈസർ എന്നും പറയും കേട്ടോ, ഡയലൈസർ എന്നും അതിന് പറയുന്നു. എന്നിട്ടോ ദിസ് ആർട്ടിഫിഷ്യൽ കിഡ്നി, ദാറ്റ് മീൻസ് ഹീമോഡയലൈസർ, ഹീമോ എന്ന് പറയാൻ കാരണം ബ്ലഡ് കടത്തി വിടുന്നത് കൊണ്ടാണ് ഹീമോ എന്ന് പറയുന്നത് കേട്ടോ. ഹീമോഡയലൈസർ ദാറ്റ് എലിമിനേറ്റ്സ് വേസ്റ്റ് ആൻഡ് സർപ്ലസ് ഫ്ലൂയിഡ് ഫ്രം ദ ബ്ലഡ്. അത് ഈ ബ്ലഡിനകത്തുള്ള ഈ പറയുന്ന വേസ്റ്റുകളെയും മറ്റ് എക്സ്ട്രാ ഫ്ലൂയിഡുകളെയൊക്കെ അത് എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്യാണ് അല്ലെ, ഫിൽട്ടർ ചെയ്യാണ്. അതിനുശേഷം ദ ഫിൽറ്റേർഡ് ബ്ലഡ് ഈസ് ദെൻ സെൻഡ് ബാക്ക് ടു ദ ബോഡി with the help of a
ഡയാലിസിസ് മെഷീൻ. എന്നിട്ട് ഈ ഡയാലിസിസ് മെഷീന്റെ സഹായത്തോടെ നമ്മൾ ഈ പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ ശരീരത്തിനകത്തോട്ട് കയറ്റിവിടും. ദാറ്റ് ഇസ് കോൾഡ് ഹീമോഡയാലിസിസ്. ഓക്കെ അല്ലേ? മനസ്സിലായി ഹീമോഡയാലിസിസ് എന്താണെന്നുള്ളത്. ഇനി നമ്മൾ പറഞ്ഞല്ലോ ഹീമോഡയാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ശരീരത്തിന്റെ വെളിയിലോട്ട് ബ്ലഡിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ഈ ബ്ലഡിനെ പുറത്തോട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അവിടെ ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഒരു വേ ക്രിയേറ്റ് ചെയ്യണ്ടേ അല്ലെ? ആ ഒരു വഴിയിലൂടെ വേണമെങ്കിൽ ആ ഒരു ഓപ്പണിങ്ങിലൂടെ വേണം നമുക്ക് ഈ ശരീരത്തിനകത്തുള്ള ബ്ലഡിനെ പുറത്തോട്ട് കൊണ്ടുവരാനായിട്ട് അല്ലെ? അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ, ആ ഒരു വേ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാസ്കുലാർ ആക്സസ് സൈറ്റ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? വാസ്കുലാർ ആക്സസ് സൈറ്റ് എന്നാണ് അതിന് പറയുക. ഓക്കെ, നമ്മൾ ഹീമോഡയാലിസിസിനകത്ത് ബ്ലഡിനെ നമുക്ക് വെളിയിലോട്ട് കൊണ്ടുവരണം. അങ്ങനെ വെളിയിലോട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഒരു ഓപ്പണിംഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അല്ലെ? നമ്മുടെ ശരീരത്തിൽ ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു വേ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിന് നമ്മൾ പറയാം, ഒരു ഓപ്പണിങ്ങിനെ അല്ലെങ്കിൽ ആ ഒരു വേയിനെ നമ്മൾ പറയുന്നത് വാസ്കുലർ ആക്സസ് സൈറ്റ് എന്നാണ് പറയാം. So vascular access site എന്ന് പറഞ്ഞാൽ എന്താണ്? It is the way to get the desired amount of the blood for hemodialysis. കേട്ടോ, അതായത് ഹീമോഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ബ്ലഡിനെ പുറത്തു കൊണ്ടുവരുന്നതിനുള്ള ആ ഒരു വഴിയിനെയാണ്, അങ്ങനെ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ വാസ്കുലാർ ആക്സസ് സൈറ്റ് എന്ന് പറയാം. നമ്മൾ ഓപ്പണിംഗ് ഒന്നും പറയില്ല, നമ്മൾ പറയുക എന്താണ്, വാസ്കുലാർ ആക്സസ് സൈറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തില് ഒരു വാസ്കുലർ ആക്സസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു മൈനർ സർജറിയിലൂടെയാണ്. ഓക്കെ, ഒരു മൈനർ സർജറിയിലൂടെയാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു വാസ്കുലർ ആക്സസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളാണ് ഇനി അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കാം. ബിഫോർ സ്റ്റാർട്ടിംഗ് ഹീമോഡയാലിസിസ് മൈനർ സർജറി ഈസ് റിക്വയർഡ് ടു മേക്ക് എ വാസ്കുലർ ആക്സസ് സൈറ്റ്. എന്താണ് വാസ്കുലർ ആക്സസ് സൈറ്റ് എന്നുള്ളത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഓപ്പണിംഗ് ഇൻ ടു വൺ ഓഫ് യുവർ ബ്ലഡ് വെസൽസ് അല്ലെ? അതായത് നമ്മുടെ ബ്ലഡ് വാസ്കുലാർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെസൽ, ബ്ലഡ് വെസൽസ് ആണ് കേട്ടോ. ബ്ലഡ് വെസലിനെയാണ് നമ്മൾ വാസ്കുലാർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബ്ലഡ് വെസലുകളിൽ ഏതെങ്കിലും ഒന്നിന് നമ്മളൊരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറയുന്നത്. അതിലൂടെയാണ് നമ്മൾ ബ്ലഡിനെ പുറത്തോട്ട് കൊണ്ടുവരുന്നതും തിരിച്ചകത്തേക്ക് കയറ്റി വിടുന്നതും ഒക്കെ ആ ഒരു വാസ്കുലർ ആക്സസ് സൈറ്റിലൂടെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നോർമലി ഇൻ ദ പേഷ്യൻസ്, സാധാരണ നമ്മുടെ പേഷ്യന്റിന്റെ കൈത്തണ്ടയുണ്ടല്ലോ, ആ കൈത്തണ്ടയിലാണ് നമ്മൾ അങ്ങനെ ഒരു വാസ്കുലർ ആക്സസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. Okay, this access site is important to have an easy way to get the blood from the body through the dialyzer and back into the body. കണ്ടോ, ആ ഒരു വാസ്കുലർ ആക്സസ് സൈറ്റിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന ബോഡിയിൽ നിന്ന് ബ്ലഡിനെ പുറത്തേക്ക് എടുക്കുന്നതും തിരിച്ച് പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ ഇതേ ആക്സസ് സൈറ്റിലൂടെ തന്നെയാണ് നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറ്റി വിടുന്നത്. അപ്പൊ വാസ്കുലർ ആക്സസ് സൈറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നോക്കാം കേട്ടോ, the different types of access for the hemodialysis are as follows. അപ്പൊ ഈ വാസ്കുലർ ആക്സസ് സൈറ്റുകൾ തന്നെ 3 ടൈപ്പ് ആണ് ഉള്ളത് കേട്ടോ. അതായത് നമുക്ക് ഈ വാസ്കുലർ ആക്സസ് സൈറ്റുകൾ 3 തരത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എത്ര ടൈപ്പാണ്? 3 ടൈപ്പ് കേട്ടോ. 3 തരത്തിൽ നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് വന്നിട്ട് AV ഫിസ്റ്റുല. ഒന്നാമത്തത് AV ഫിസ്റ്റുലയാണ്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തത് AV ഗ്രാഫ്റ്റ്, രണ്ടാമത്തത് AV ഗ്രാഫ്റ്റ്. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് വാസ്കുലർ ആക്സസ് കത്തീറ്റർ ആണ്. അപ്പൊ 3 തരത്തില് നമുക്ക് ഈ വാസ്കുലർ ആക്സസ് സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ AV ഫിസ്റ്റുലയാണ്, സെക്കൻഡ് വൺ AV ഗ്രാഫ്റ്റ് ആണ്, ആൻഡ് തേർഡ് വൺ വാസ്കുലർ ആക്സസ് കത്തീറ്റർ ആണ്. ഇവ ഓരോന്ന് എന്താണുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? AV ഫിസ്റ്റുലയാണ് അല്ലെ? AV ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ എന്താ? AV എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്നാണ് കേട്ടോ. ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല. ആർട്ടറി എന്ന് പറഞ്ഞാൽ എന്താ? ധമനിയാണ് കേട്ടോ. വെയിൻ അറിയാലോ, സിരയാണ് കേട്ടോ. ഓക്കെ, ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ, ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? അതായത് നമ്മൾ ഉള്ളു പൊള്ളയായിട്ടുള്ള 2 ട്യൂബ്സുകൾ നമ്മൾ പരസ്പരം കണക്ട് ചെയ്യാന്ന് വിചാരിക്കാം. രണ്ടും നമ്മൾ പരസ്പരം കണക്ട് ചെയ്യുമ്പോൾ കുറെ കൂടെ ഉൾവിസ്താരമുള്ള ഒറ്റ ട്യൂബായിട്ട് നമുക്കത് കിട്ടില്ലേ? അതിനെയാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. പൊതുവെ ഫിസ്റ്റുല എന്ന് പറയുന്ന വാക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ. നമ്മളിപ്പോ എന്താ പറയാ, ഉള്ളു പൊള്ളയായിട്ടുള്ള 2 ട്യൂബ് എടുക്കുകയാണ്. ട്യൂബിന്റെ അകത്ത് എന്താണ്?
ഉള്ളിലൊന്നുമില്ലല്ലോ, പൊള്ളയായിട്ടുള്ള രണ്ട് ട്യൂബുകൾ നമ്മൾ പരസ്പരം കണക്ട് ചെയ്യാന്ന് വിചാരിക്കും. അതായത് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എന്താണ് കുറെ കൂടെ ഉൾവിസ്താരമുള്ള ഒറ്റ ട്യൂബായിട്ട് നമുക്ക് കിട്ടില്ലേ, അതിനെയാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ആർട്ടറി എന്ന് വെച്ചത് എങ്ങനെയാണ് അല്ലെ, വെയിൻ എന്ന് പറഞ്ഞാൽ സിരയാണ്. ഇത് രണ്ടും എന്താണ്, ഉള്ളിൽ പൊള്ളയായിട്ടുള്ള രണ്ട് ബ്ലഡ് വെസലുകളാണ് അല്ലെ. അപ്പൊ ഈ രണ്ട് ബ്ലഡ് വെസലുകളെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യാണ്, പരസ്പരം കണക്ട് ചെയ്യാണ്. അപ്പൊ ഇത് രണ്ടും കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറെ കൂടെ ഉൾവിസ്താരമുള്ള ഒരു ഒറ്റ ട്യൂബായിട്ട് അല്ലെങ്കിൽ ഒരു ഒറ്റ വെസലായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല. നിങ്ങൾ ആ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നോക്കിയേ, ഇവിടുന്ന് ആർട്ടറി, ഓക്കെ ഇത് ആർട്ടറി ആണ്, ഇത് നമ്മുടെ വെയിൻ ആണ്. ഓക്കെ, വെയിൻ ആണ് കേട്ടോ. അപ്പോ സാധാരണ നമ്മൾ ഈ ഒരു വാസ്കുലർ എക്സസൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പേഷ്യന്റിന്റെ ആമിലാണെന്ന് പറഞ്ഞു അല്ലെ. കൈത്തണ്ടയിലാണ് പൊതുവെ ചെയ്യാം. കൈത്തണ്ടയിൽ മാത്രമല്ല കേട്ടോ, കാലിലും ചെയ്യാറുണ്ട്. പക്ഷെ പൊതുവെ നമ്മൾ ചെയ്യുന്നത് കൈത്തണ്ടയിലാണ്, ടാമിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പൊ ഈ പിക്ചർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഇവിടെ നോക്കിയേ, ഇത് നമ്മുടെ ആർട്ടറിയാണ്, അതൊരു ബ്ലഡ് വെസൽ ആണല്ലോ. ഓക്കെ, ഇവിടെ വെയിൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ ആർട്ടറിയെയും വെയിനെയും തമ്മിൽ നമ്മളൊരു സർജറിയിലൂടെ പരസ്പരം കണക്ട് ചെയ്യുകയാണ്. അതാണ് എന്ത്, ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ AV ഫിസ്റ്റുല എന്ന് പറയുന്നത്, അഥവാ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പൊ ഫിസ്റ്റുല പോലെ ആയി കാര്യം നോക്കിയേ, കണ്ടോ, ഇതിപ്പോ ഒരു ആർട്ടറി വരുന്നുണ്ട്, ഇവിടെ നിന്ന് വെയിൻ വരുന്നുണ്ട് അല്ലെ. ഇത് രണ്ടും കൂടെ നമ്മൾ ഒരു ചെറിയൊരു സർജറിയിലൂടെ പരസ്പരം കണക്ട് ചെയ്യാണ്. അപ്പൊ എന്താണ്, കുറച്ചും കൂടെ ഉൾവിസ്താരമുള്ള ഒരു ഒറ്റ ട്യൂബായിട്ട് അത് മാറുകയാണ് അല്ലെ. ഓക്കെ, ആർട്ടറിയും വെയിനും തമ്മിൽ, ആർട്ടറി ധമനിയാണ് കേട്ടോ. ധമനി എന്ന് പറയുമ്പോൾ ശരിക്കും ശുദ്ധരക്തം വഹിക്കുന്ന സംഭവമാണ്. വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, അശുദ്ധരക്തം എന്ന് പറയില്ലേ, അതായത് പ്യൂരിഫൈഡ് അല്ലാത്ത ബ്ലഡിനെ വഹിക്കുന്നതാണ് വെയിൻ എന്ന് പറയുന്നത് കേട്ടോ, ആർട്ടറിയും വെയിനും. ഓക്കെ, അതൊന്നും നിങ്ങൾ ഡീറ്റെയിൽ ഒന്നും പഠിക്കണ്ട, നമ്മൾ ഇതിലുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഈ പറയുന്ന ആർട്ടറിയെയും വെയിനെയും തമ്മിൽ നമ്മളൊരു സർജറിയിലൂടെ എന്ത് ചെയ്യാണ്, പരസ്പരം നമ്മൾ കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്, AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്ന അറിയാമോ, ഇപ്പൊ ഇവിടെ ഒരു ഫിസ്റ്റുല ക്രിയേറ്റ് ചെയ്തല്ലോ, ഇതാണ് എന്ത്, വാസ്കുലർ എക്സസൈറ്റ്. അപ്പൊ എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഫിസ്റ്റുല ക്രിയേറ്റ് ചെയ്യുമ്പോൾ നല്ല ഹൈ പ്രഷറിൽ ഹൈ ഫ്ലോയിൽ ഇങ്ങനെ ബ്ലഡ് വരും അങ്ങോട്ടേക്ക് അല്ലെ. അപ്പൊ അങ്ങോട്ടേക്ക് ബ്ലഡ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, ഇവിടെ ഡയാലിസിസ് മെഷീൻ ഉണ്ട്. ആ മെഷീനെ നമ്മൾ ഈ ഒരു ഫിസ്റ്റുലയായിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, ഇവിടെ ഫിസ്റ്റുലയിലേക്ക് കണക്ട് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ രണ്ട് നീഡിൽസുകൾ ഉണ്ട്. ആ നീഡിലുകൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടേക്ക് കണക്ട് ചെയ്യും, AV ഫിസ്റ്റുലയിലോട്ട് കണക്ട് ചെയ്യും. അപ്പൊ എന്തുണ്ടാവും, നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് നല്ല ഫ്ലോയിൽ വരുന്നുണ്ടാവും, നല്ല പ്രഷറിൽ നല്ല ഫ്ലോയിൽ ഫിസ്റ്റുലയിലൂടെ വരുമ്പോൾ ഇവിടേക്ക് വരുന്ന ബ്ലഡിനെ നേരെ നമ്മൾ എന്തൊക്കെ കടത്തിവിടും, ഡയാലിസിസ് മെഷീനകത്തോട്ട് കടത്തിവിടും. അപ്പോൾ മെഷീന്റെ അകത്തേക്ക് പോകുന്നു, ഡയാലിസർ ഉണ്ട്, അതിലൂടെ പ്യൂരിഫൈ ചെയ്യുന്നു. അങ്ങനെ പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ തിരിച്ചു നോക്കി ഇതേ ഫിസ്റ്റുലയിലൂടെ തന്നെ നമ്മൾ ശരീരത്തിനകത്തോട്ട് കയറ്റി വിടുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ എന്ത്, AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, നമ്മുടെ ആർട്ടറിയെയും വെയിനെയും തമ്മിൽ നമ്മളൊരു ചെറിയ സർജറിയിലൂടെ പരസ്പരം കണക്ട് ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ ഒരു AV ഫിസ്റ്റുല ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടേക്ക് നല്ല ഹൈ ഫ്ലോയിൽ ഹൈ പ്രഷറിൽ ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഈ ബ്ലഡ് ഇങ്ങോട്ടേക്ക് വരികയാണ്. ഈ ഫിസ്റ്റുലയെ നമ്മൾ ഡയാലിസിസ് മെഷീനുമായിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടേക്ക് ഇങ്ങനെ ഹൈ പ്രഷറിൽ ഹൈ ഫ്ലോയിൽ വരുന്ന ബ്ലഡിനെ നമ്മൾ നേരെ മെഷീനിലൂടെ കടത്തി വിടുന്നു. മെഷീനിൽ ഈ പറയുന്ന പോലെ ഡയാലിസറിലൂടെ പോയി പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ സെയിം അതേ ഫിസ്റ്റുലയിലൂടെ തന്നെ നമ്മൾ ശരീരത്തിനകത്തോട്ട് കടത്തിവിടും. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും ഒരു സംശയമാണ്, ഇവിടെ നിന്ന് വരുന്ന ബ്ലഡും ഈ പ്യൂരിഫൈ ചെയ്ത ബ്ലഡും അതുപോലെ ഇവിടെ നിന്ന് വരുന്ന പ്യൂരിഫൈ ചെയ്യാത്ത ബ്ലഡും ഈ ഫിസ്റ്റുലയിൽ വെച്ച് പരസ്പരം മിക്സ് ആവില്ലേ എന്നൊരു സംശയം ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നാം. അങ്ങനെ മിക്സ് ആവില്ല. മിക്സ് ആവാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട്. രണ്ട് നീഡിലുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു നീഡില് ഈ ഇവിടുന്ന് ബ്ലഡിനെ വലിക്കാനും ഒരു നീഡിലൂടെയാണ് തിരിച്ച് കയറ്റി വിടുന്നത്. അപ്പൊ അധികം മിക്സ് ആവാനുള്ള ചാൻസ് അവിടെ കുറവാണ്. അതായത് പ്യൂരിഫൈ ചെയ്ത ബ്ലഡിന് വേണ്ടിയിട്ട് ഒരു നീഡിലും പ്യൂരിഫൈ ചെയ്യാത്ത ബ്ലഡിന് വേണ്ടിയിട്ട് മറ്റൊരു നീഡിലാണ് ഉപയോഗിക്കുന്നത്. അതൊന്നും ഡീറ്റെയിൽ ഒന്നും നിങ്ങൾ നോക്കണ്ട, ഞങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെ കടത്തിവിടും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്തേ, ഒരു സർജിക്കൽ കണക്ഷൻ ആണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ an artery and vein. ജസ്റ്റ് നമ്മളൊരു സർജറിയിലൂടെ ഈ പറയുന്ന ആർട്ടറിയെയും വെയിനെയും തമ്മിൽ പരസ്പരം എന്ത് ചെയ്തു, നമ്മൾ കണക്ട് ചെയ്തു. അങ്ങനെ നമ്മളൊരു AV ഫിസ്റ്റുല അവിടെ ക്രിയേറ്റ് ചെയ്തു. ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? പിക്ചർ ഓക്കെ ആണോ? പിക്ചർ മനസ്സിലായില്ലേ? ഓക്കെ, അത് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് വായിക്കാം. ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല. ഓക്കെ, ആർട്ടറിയുടെ ആർട്ടീരിയോ, വെയിനിന്റെ വീനസ്, അങ്ങനെയാണ് കേട്ടോ. AV ഫിസ്റ്റുല എന്നാണ് അതിനെ പറയുന്നത്.
ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കണം. An AV fistula is a surgical connection between an artery and a vein. കേട്ടോ, ഒരു ആർട്ടറിയെയും വെയിനെയും തമ്മിലുള്ള ഒരു സർജിക്കൽ കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, AV fistula എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, ഓഫൺ a fistula is created in the arm if the arteries in the arm are not large or healthy enough. It can also be put in the leg. കേട്ടോ, ഇപ്പൊ നമ്മൾ പൊതുവെ നമ്മൾ ഫിസ്റ്റുല ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആമിലാണ് ചെയ്യുക, കൈത്തണ്ടയിലാണ് ചെയ്യുക. പക്ഷെ നമ്മുടെ കൈത്തണ്ടയിൽ ആർട്ടറി അല്ലെങ്കിൽ വെയിനൊക്കെ വളരെ വീക്ക് ആണ്, ഒട്ടും ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് എവിടെയും ചെയ്യാം, കാലിനും ചെയ്യാം. കേട്ടോ, കാലിനും ചെയ്യാം, ഡോക്ടർ തീരുമാനിക്കും. ഓക്കെ, അപ്പൊ പൊതുവെ നമ്മൾ കയ്യിൽ ചെയ്യും, കയ്യിലെ വെയിനൊന്നും അത്ര ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ എവിടെ ചെയ്യാൻ, നമുക്കത് കാലിൽ ചെയ്യാം. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താണ് നോക്കിയേ, ഇറ്റ് ക്യാൻ ആൾസോ ബി പുട്ട് ഇൻ ദ ലെഗ്. ഓക്കെ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് നാച്ചുറൽ ആക്സസ് ആയിട്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. കേട്ടോ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് നാച്ചുറൽ ആക്സസ് ആയിട്ട് AV ഫിസ്റ്റുല എന്ന് പറയുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള എക്സസ് ആയിട്ടാണ്. എന്തുകൊണ്ടാണ് നാച്ചുറൽ ആക്സസ് ആയിട്ടാണെന്ന് പറയാൻ കാരണം എന്താ, നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും അതിനകത്തേക്ക് ഘടിപ്പിക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾ ജസ്റ്റ് എന്തേ ചെയ്യുന്നുള്ളൂ, നമ്മുടെ ശരീരത്തിനകത്തുള്ള ആർട്ടറിനെയും വെയിനെയും തമ്മിൽ നമ്മളൊരു സർജറിയുടെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുന്നു, അത്രയേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് പുറത്തുനിന്ന് മറ്റെന്തെങ്കിലും ടൂളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്താ പറയാ ട്യൂബോ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇൻസേർട്ട് ചെയ്യുന്നില്ല, അല്ലെ. അതുകൊണ്ട് ഇത് എന്താണ്, നാച്ചുറൽ ആക്സസ് ആയിട്ടാണ്. കേട്ടോ, ഇറ്റ്സ് എ നാച്ചുറൽ ആക്സസ് ആയിട്ടാണ്. കാര്യം എന്താണ്, ഇറ്റ്സ് ഫോംഡ് ഫ്രം ദ ബ്ലഡ് വെസൽ. കാരണം ബ്ലഡ് വെസലിൽ തന്നെ ആണ് നമ്മളത് ഫോം ചെയ്യുന്നത്. പ്രത്യേകിച്ച് പുറത്തുനിന്ന് മറ്റെന്തെങ്കിലും നമ്മളൊരു എന്താ ട്യൂബോ കത്തീഡ്രോ ഒന്നും നമ്മൾ അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നില്ല, അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്സസ് ആയിട്ടാണ്. പിന്നെന്താണ് അതിന്റെ പ്രത്യേകത, ഇറ്റ് ഹാസ് ദ റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിങ്. അതുകൊണ്ട് തന്നെ അവിടെ ഇൻഫെക്ഷൻസും ക്ലോട്ടിങ്ങും വരാനുള്ള ചാൻസും അവിടെ കുറവാണ്. ഓക്കെ, ഇതൊക്കെ പറഞ്ഞത് പോയിന്റുകളാണ്. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്, AV ഫിസ്റ്റുല എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ എൻ ആർട്ടറി ആൻഡ് വെയിൻ. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്, ഇറ്റ് ഈസ് എ നാച്ചുറൽ ആക്സസ് സൈറ്റ്. അതാണ്, ഇറ്റ് ഈസ് എ നാച്ചുറൽ ആക്സസ് ആയിട്ടാണ്, ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ആക്സസ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് എന്ത് പറയാം, ഇറ്റ് ഈസ് എ പെർമനന്റ് വാസ്കുലർ ആക്സസ് ആയിട്ട് എന്നും പറയാം. ഇത് പറയാം, പെർമനന്റ് വാസ്കുലർ ആക്സസ് ആയിട്ട്. കാര്യം എന്താണ്, ഇറ്റ് ഹാസ് ദ റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ, അല്ലെ. ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാല് വളരെ കുറവാണ്. ക്ലോട്ടിങ് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കുറവായതുകൊണ്ട് തന്നെ ഇതൊരു പെർമനന്റ് വാസ്കുലർ ആക്സസ് ആയിട്ടാണ്. അതുപോലെ തന്നെ ഇതൊരു നാച്ചുറൽ ആക്സസ് ആയിട്ടാണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ ലോങ് ടേം ഹീമോഡയാലിസിസ്. അതായത് നമുക്കൊരു ലോങ് ടേം ആയിട്ടുള്ള ഹീമോഡയാലിസിസിന് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. നമ്മൾ ഒരു തവണ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഡയാലിസിസ് മുഴുവൻ ഇതിലൂടെ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് വളരെ നാച്ചുറൽ ആയതുകൊണ്ടും ഇതൊരു പെർമനന്റ് വാസ്കുലർ ആക്സസ് ആയിട്ട് ആയതുകൊണ്ടും നമുക്ക് ലോങ് ടേം ഹീമോഡയാലിസിസിന് വേണ്ടി ഉപയോഗിക്കാം. ഒരു രോഗിക്ക് പല പ്രാവശ്യം പലതവണ ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെ. അപ്പൊ ഈ ലോങ് ടേം ഹീമോഡയാലിസിസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വാസ്കുലർ ആക്സസ് ആയിട്ടാണ് ഇത് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും വന്നിട്ട് മനസ്സിലാക്കാൻ പറ്റും. കേട്ടോ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, മനസ്സിലായോ നോക്കി. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ പഠിക്കാം. കേട്ടോ, രണ്ടാമത്തെ എന്താണ്, AV ഗ്രാഫ്റ്റ്. എന്താ വ്യത്യാസം എന്ന് അറിയാമോ? ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോളോസിന്തറ്റിക് ട്യൂബ് ആണ്. കേട്ടോ, നിങ്ങൾ ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് ഒക്കെ കേട്ടിട്ടില്ലേ? കാർഡിയോളജി പഠിച്ചപ്പോ ഇല്ലേ, ക്യാപ്റ്റ് പഠിച്ചില്ലേ? ഗ്രാഫ്റ്റിംഗ്, ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോളോസിന്തറ്റിക് ട്യൂബ് ആണ്, അല്ലെ. അതല്ലേ നമ്മൾ ബൈപ്പാസ് സർജറിയിലൊക്കെ ചെയ്യുന്നത്, അല്ലെ. നമ്മുടെ ഹാർട്ടില് ഇത് ബ്ലോക്ക് ആയി കഴിഞ്ഞാല് നമ്മൾ പുറത്തുനിന്ന് ഒരു ഗ്രാഫ്റ്റ് വെക്കുകയാണ്, അല്ലെ. ഒരു ഫോളോസിന്തറ്റിക് ട്യൂബ് നമ്മൾ ബ്ലോക്ക് വന്ന ആർട്ടറിയോട് അനുബന്ധിച്ച് നമ്മൾ വെക്കുന്നതാണ് ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പൊ ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഇറ്റ് ഇസ് എ ഫോളോസിന്തറ്റിക് ട്യൂബ് ആണ്. കേട്ടോ,
അപ്പോ എ വി ഫിസ്റ്റുലയിൽ നിന്നുള്ള ഒറ്റ വ്യത്യാസമുള്ളൂ, ഒരേ ഒരു വ്യത്യാസമുള്ളൂ. എ വി ഫിസ്റ്റുലയിൽ നമ്മൾ എന്താ ചെയ്തത്? ആർട്ടറിനെയും വെയിനെയും തമ്മിൽ നമ്മളൊരു സർജറിയിലൂടെ പരസ്പരം കണക്ട് ചെയ്തു. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ആർട്ടറി ആൻഡ് വെയിൻ ഈസ് കണക്റ്റഡ് ടു എ ഗ്രാഫ്റ്റ്. അത്രയുള്ള വ്യത്യാസം. അതായത് ആർട്ടറിയെയും വെയിനെയും തമ്മിൽ നമ്മളൊരു ഗ്രാഫ്റ്റിലൂടെ എന്ന് പറഞ്ഞ ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പരസ്പരം അതിനെ കണക്ട് ചെയ്യുന്നത്. അതേസമയം ഫിസ്റ്റുലയിൽ നമ്മൾ വല്ല ട്യൂബോ കാര്യങ്ങളോ എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്തു, ഒന്നും ചെയ്തില്ല. ആർട്ടറി ഫിസ്റ്റുലയിൽ നമ്മൾ പരസ്പരം ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തു അല്ലെ, സർജറിയിലൂടെ. പക്ഷെ ഈ ചിത്രം നിങ്ങൾ നോക്കുക, പിക്ചർ നിങ്ങൾ നോക്കുക, എ വി ഗ്രാഫ്റ്റിൽ നോക്കിയേ, കണ്ടോ? ഇവിടെ നിന്ന് ആർട്ടറി ഉണ്ട്, ഇവിടെ നിന്ന് വെയിൻ ഉണ്ട്. ഈ ആർട്ടറിയെയും വെയിനെയും നമ്മളൊരു ഹോളോ സിന്തറ്റിക് ട്യൂബ് എന്ന ഒരു ഗ്രാഫ്റ്റ് മുഖേനയാണ് നമ്മൾ ഇതിനെ പരസ്പരം കണക്ട് ചെയ്യുന്നത്. കണ്ടോ? ഇവരെ തമ്മിൽ നമ്മൾ നോക്കിയ ഗ്രാഫ്റ്റിലൂടെ പരസ്പരം നമ്മൾ കണക്ട് ചെയ്യും. ഇനി എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർട്ടറിയിൽ നിന്നും നല്ല ഹൈ ഫ്ലോയില്, ഹൈ പ്രഷറില് ബ്ലഡ് വരികയാണ്. ബ്ലഡ് ഇങ്ങനെ ഗ്രാഫ്റ്റിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ ഒരു ഫ്ലോ റേറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും അല്ലെ. അങ്ങനെ ഹൈ പ്രഷറില്, ഹൈ ഫ്ലോയിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു ഭാഗത്തിനെ, ഈ ഒരു ഗ്രാഫ്റ്റിനെയാണ് നമ്മൾ എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നത്? ഡയാലിസിസ് മെഷീനുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇവിടെ കുത്തും നമ്മൾ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഡയാലിസിസ് മെഷീനുമായിട്ട് കണക്ട് ചെയ്യും. ഇവിടെ നിന്ന് നല്ല ഫ്ലോയില് ബ്ലഡ് വരുന്നു, ആ ബ്ലഡിനെ നമ്മൾ നേരെ ഇതിലേക്ക് കടത്തി വിടുകയാണ്, ഡയാലിസിസ് മെഷീനിലൂടെ കടത്തി വിടുന്നത്. അതിലൂടെ ഫിൽട്രേഷൻ നടക്കുന്നു. പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ വീണ്ടും ഇതേ ഗ്രാഫ്റ്റ് മുഖേന നമ്മുടെ ശരീരത്തിലോട്ട് കയറ്റി വിടുന്നു. ഇത്രയാണ് എന്ത്? എ വി ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വായിക്കാം. എ വി ഗ്രാഫ്റ്റ് അഥവാ ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ് ഇസ് എ കൈൻഡ് ഓഫ് ആക്സസ് യൂസ്ഡ് ഫോർ ഹീമോഡയാലിസിസ്. അപ്പൊ ഹീമോഡയാലിസിന് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു വാസ്കുലർ ആക്സസ് ആയിട്ടാണ് എ വി ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഗ്രാഫ്റ്റ് ഈസ് നോർമലി പ്ലേസ്ഡ് ഇൻ ദ ആം ബട്ട് മേ ബി പ്ലേസ്ഡ് ഇൻ ദ ലെഗ് ഇഫ് നീഡഡ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊതുവെ നമ്മൾ കയ്യിലാണ് ചെയ്യുക. അപ്പൊ കയ്യിൽ അത്ര ഹെൽത്തി അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് കാലിലും ചെയ്യാം. ഓക്കെ, ഇനി നോക്കാം കേട്ടോ. എൻ എ വി ഗ്രാഫ്റ്റ് ഈസ് ദ കണക്ഷൻ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. എൻ എ വി ഗ്രാഫ്റ്റ് ഈസ് ദ കണക്ഷൻ ഓഫ് എ വെയിൻ ആൻഡ് എൻ ആർട്ടറി ദാറ്റ് യൂസസ് എ ഹോളോ സിന്തറ്റിക് ട്യൂബ്. ആ ഹോളോ സിന്തറ്റിക് ട്യൂബിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാഫ്റ്റ് എന്ന് കേട്ടാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് എ ഹോളോ സിന്തറ്റിക് ട്യൂബ്. കണ്ടോ? ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബിലൂടെ നമ്മൾ ഈ ആർട്ടറിയെയും വെയിനെയും തമ്മിൽ പരസ്പരം എന്ത് ചെയ്തിരിക്കുകയാണ്? കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അടുത്ത നോക്കിയേ. വൺ എൻഡ് ഓഫ് ദ ട്യൂബ് ഈസ് അറ്റാച്ച്ഡ് ടു എൻ ആർട്ടറി. ശരിയല്ലേ? വൺ എൻഡ് ഓഫ് ദ ട്യൂബ് ഈസ് അറ്റാച്ച്ഡ് ടു എൻ ആർട്ടറി ആൻഡ് അതർ എൻഡ് ഈസ് അറ്റാച്ച്ഡ് ടു എ വെയിൻ. അല്ലെ, നമ്മൾ വെയിനുമായിട്ട് കണക്ട് ചെയ്യുന്നു. അടുത്തതോ, ദിസ് കണക്ഷൻ റിസൾട്ട്സ് ഇൻ ബ്ലഡ് ഫ്ലോയിങ് ഫ്രം ദ ഹൈ ഫ്ലോ ഹൈ പ്രഷർ ആർട്ടറി through the graft and into the low flow low pressure vein. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ്റ്റ് ഘടിപ്പിക്കുമ്പോൾ അവിടെ ഒരു ഫ്ലോ റേറ്റ് ഉണ്ടാകുന്നുണ്ട്. എന്നുവെച്ചാൽ ഹൈ ഫ്ലോയിൽ ഹൈ പ്രഷറിൽ നിന്നാണ് ആർട്ടറിയിൽ നിന്ന് ബ്ലഡ് വരുന്നത്. ഈ ബ്ലഡ് ഈ ഗ്രാഫ്റ്റിലൂടെ വെയിനിലോട്ട് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്? കോൺസിക്വന്റ്ലി ദ ബ്ലഡ് ഫ്ലോ ത്രൂ ദ ഗ്രാഫ്റ്റ് provides a flow rate that will supply the enough blood to provide a suitable hemodialysis ട്രീറ്റ്മെന്റ്. അതിന് നല്ല ഫ്ലോയിലൂടെ ബ്ലഡ് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് നമ്മൾ ഡയാലിസിസ് മെഷീൻ കണക്ട് ചെയ്യുന്നു, പ്യൂരിഫൈ ചെയ്യുന്നു, തിരിച്ച് അതേ ഗ്രാഫ്റ്റിലൂടെ തന്നെ ശരീരത്തിനകത്തോട്ട് കയറ്റി വിടുന്നു. ഓക്കെ, അപ്പൊ നോക്കാം. എൻ എ വി ഗ്രാഫ്റ്റ് പ്രൊവൈഡ്സ് എ സൊല്യൂഷൻ ഫോർ ദ സ്മോൾ ഓർ വീക്ക് വെയിൻസ് കേട്ടോ. അപ്പൊ നമ്മൾ പൊതുവെ എ വി ഗ്രാഫ്റ്റ് എപ്പോഴാണ് ചെയ്യാന്ന് അറിയാമോ? വളരെ സ്മോൾ ആയിട്ടുള്ള, വളരെ വീക്ക് ആയിട്ടുള്ള വെയിനുകളാണ് ഉള്ളതെങ്കിൽ നമ്മൾ ഫിസ്റ്റുല അല്ല ചെയ്യുക. പകരം നമ്മൾ എന്താ ചെയ്യാം? ഗ്രാഫ്റ്റ് ആണ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ ഗ്രാഫ്റ്റ് എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പൊതുവെ നമ്മൾ ഫിസ്റ്റുലയാണ് ചെയ്യാനായിട്ട് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ ഫിസ്റ്റുല ചെയ്യാനായിട്ട് വെയിൻ അത്ര വീക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഗ്രാഫ്റ്റ് ആണ് ചെയ്യുക. കാരണം ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു അഡീഷണൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അതായത് ഒരു ഗ്രാഫ്റ്റിന്റെ ഒരു സപ്പോർട്ടോട് കൂടി നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അത് ഫീസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതും ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. എ വി ഗ്രാഫ്റ്റ് പ്രൊവൈഡ്സ് എ സൊല്യൂഷൻ ഫോർ ദ സ്മോൾ ഓർ വീക്ക് വെയിൻസ്. അപ്പൊ ഇതിൽ പഠിച്ച പോയിന്റുകൾ എന്തൊക്കെയാണ്? എ വി ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ an artery and vein is connected through a hollow synthetic tube എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് എ വി ഗ്രാഫ്റ്റ് ആണ്. ഓക്കെ, പിന്നെ എ വി ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാലും എന്താണ്? ഒരു പെർമനന്റ് വാസ്കുലർ ആക്സസ് സൈറ്റ് തന്നെയാണ് കേട്ടോ. എ വി ഫിസ്റ്റുല പോലെ തന്നെ ഇതും ഒരു പെർമനന്റ് വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ്. ഇറ്റ് ക്യാൻ ബി ആൾസോ യൂസ്ഡ് ഫോർ ദ ലോങ് ടേം ഹീമോഡയാലിസിസ്. ഇതും നമുക്ക് ഒരു ലോങ് ടേം ഹീമോഡയാലിസിസിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. പിന്നെ ഇൻഫെക്ഷന്റെ ചാൻസിനെ പറ്റി പറയുകയാണെങ്കിൽ
AV ഫിസ്റ്റുലയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ചെയ്തിട്ടുണ്ട് AV ഗ്രാഫ്റ്റിനുണ്ട് കേട്ടോ. AV ഫിസ്റ്റുലയിൽ ഹയസ്റ്റ് ചാൻസേ ഉള്ളൂ, ഇൻഫെക്ഷന് ക്ലോട്ടിങ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷെ AV ഗ്രാഫ്റ്റിന് അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഇൻഫെക്ഷനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. കാരണം ഗ്രാഫ്റ്റ് പോലെയുള്ള ഒരു ഫോറിൻ സബ്സ്റ്റൻസ് നമ്മൾ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് AV ഫിസ്റ്റുല അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചിവിടെ കൂടുതലാണ് കേട്ടോ, താരതമ്യേന കൂടുതലാണ്. പക്ഷെ ഇതും എന്താണ്, ഒരു പെർമനന്റ് മസ്കുലർ ആക്സിസ് ആയിട്ടാണ്. ഇത് നമുക്ക് ലോങ് ടേം ഹീമോഡയാലിസിസിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? AV ഗ്രാഫ്റ്റും ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ AV ഗ്രാഫ്റ്റ്? ഇനി ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മൾ ഈ AV ഫിസ്റ്റുല ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു സർജറിയിലൂടെയാണ് നമ്മൾ ഇങ്ങനെ ഒരു വാസ്കുലർ ആക്സിസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പോ നമ്മൾ AV ഫിസ്റ്റുല ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് അതിലൂടെ ഹീമോഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ഇതൊരു സർജറിയിലൂടെയാണ് നമ്മൾ ഈ ആക്സിസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ സർജറി കഴിഞ്ഞ ആ ഒരു എന്താ പറയാ വാസ്കുലർ ആക്സിസ് ആയിട്ട് നമ്മുടെ ശരീരമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് കുറച്ച് സമയം എടുക്കും. സർജറി ആണല്ലോ, അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അത് നമ്മുടെ ബോഡി ആയിട്ട് സെറ്റ് ആവാനായിട്ട് ഇപ്പൊ ഫിസ്റ്റുല ആണെങ്കിൽ ഒരു 3-4 മാസങ്ങൾ എടുക്കും. 3-4 മാസങ്ങൾ കഴിഞ്ഞിട്ടേ നമുക്ക് IV ഫിസ്റ്റുലയിലൂടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡയാലിസിസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഫിസ്റ്റുല ക്രിയേറ്റ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യണമെങ്കിൽ ഒരു 3-4 മാസങ്ങൾ എടുക്കും. ഇനി AV ഗ്രാഫ്റ്റിന്റെ കേസ് ആണെങ്കിൽ AV ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 3-4 ആഴ്ചകൾക്ക് ശേഷം മാത്രമേ നമുക്ക് ഹീമോഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. 3-4 ആഴ്ചകൾ മതി. എങ്കിലും നമുക്ക് അത്രയും കഴിഞ്ഞിട്ടേ നമുക്ക് ഹീമോഡയാലിസിസ് AV ഗ്രാഫ്റ്റിലൂടെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോ ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കുക. അപ്പൊ ഒരു പേഷ്യന്റ് വരികയാണ്, അയാൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡയാലിസിസ് ചെയ്യണമെന്ന് വിചാരിക്കും. വളരെ സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്, അയാൾക്ക് ഉടനെ തന്നെ നമുക്ക് ഡയാലിസിസ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു AV ഫിസ്റ്റുലയോ അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അത് ആ ഒരു സർജറി അല്ലെങ്കിൽ ഉണങ്ങാനുള്ള ഒരു സമയം നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഈ ഫിസ്റ്റുല ചെയ്ത് കാത്തിരിക്കാൻ അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു 3-4 ആഴ്ചകൾ എടുക്കാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓപ്ഷനാണ് മൂന്നാമത് പറയുന്ന വാസ്കുലർ ആക്സസ് കത്തീറ്റർ. ഓക്കെ, മൂന്നാമത്തെ എന്താണ്, വാസ്കുലർ ആക്സസ് കത്തീറ്റർ എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതായത് ഫിസ്റ്റുല ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഒരു സമയം അല്ലെങ്കിൽ അത് ആ സർജറി ചെയ്ത് അത് ഉണങ്ങാൻ ഒരു സമയം നമുക്കില്ല. പെട്ടെന്ന് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓപ്ഷനാണ് വാസ്കുലർ ആക്സസ് കത്തീറ്റർ എന്ന് പറയുന്നത്. കത്തീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കത്തീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് സ്മോൾ ഫ്ലെക്സിബിൾ ട്യൂബ് ആണ്. അതൊരു വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വളരെ നാരോ ആയിട്ടുള്ള ഒരു ട്യൂബാണ് കത്തീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക കേട്ടോ, മൂന്നാമത്തെ വാസ്കുലർ ആക്സസ് ആയിട്ടാണ് ആക്സസ് കത്തീറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫ്ലെക്സിബിൾ ട്യൂബ് ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ ലാർജ് വെയിൻ യൂഷ്വലി ഇൻ യുവർ നെക്ക് only for the short term hemodialysis. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഇത് വന്നിട്ട് ഒരു ഷോർട്ട് ടേം ഹീമോഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാസ്കുലർ ആക്സസ് കത്തീറ്റർ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ ഒരു കത്തീറ്റർ തന്നെ സ്മോൾ ഫ്ലെക്സിബിൾ ട്യൂബ് ആണ്. അപ്പൊ പൊതുവെ നമ്മുടെ നെക്കിന്റെ ഭാഗത്ത് ചെറിയൊരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ നമ്മൾ ഈ കത്തീറ്റർ കയറ്റി വിടുകയാണ്. എന്നിട്ടാണ് ആ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഇറ്റ് ഈസ് എന്താണ്, ഓൺലി ഫോർ ദ ഷോർട്ട് ടേം ഹീമോഡയാലിസിസിന് വേണ്ടി മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കൂ. എന്തുകൊണ്ട് ഷോർട്ട് ടേം എന്ന് പറയാൻ? കാരണം അത് വളരെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത്ര സേഫ് അല്ല. പെട്ടെന്ന് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് ചെയ്യുന്നതാണ്, പക്ഷെ അവിടെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ ഷോർട്ട് ടേം ഹീമോഡയാലിസിസിന് വേണ്ടി മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ വാസ്കുലർ ആക്സസ് കത്തീറ്റർ ഘടിപ്പിച്ച ഡയാലിസിസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒന്നുകിൽ AV ഫിസ്റ്റുലയോ അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള സർജറി അല്ലെങ്കിൽ അതിന്റെ തയ്യാറെടുപ്പുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, വാസ്കുലർ ആക്സസ് കത്തീറ്ററിലൂടെ ഡയാലിസിസ് ചെയ്യാം. പക്ഷെ അത് ഷോർട്ട് ടേം ആണല്ലോ, കുറച്ച് നാൾ വരെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. കാര്യം അവിടെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെയധികം
കൂടുതലാണ്. അപ്പൊ നിങ്ങൾ അവിടെ ഓർത്തു വെക്കേണ്ട പോയിന്റ് എന്തൊക്കെയാണ്? വാസ്കുലർ ആക്സിസ് കത്തീറ്റർ എന്ന് പറയുന്നത് ടെമ്പററി വാസ്കുലർ ആക്സിസ് സൈറ്റ്. ഇതാണ് ടെമ്പററി വാസ്കുലർ ആക്സിസ് സൈറ്റ് അല്ലെ, താൽക്കാലികമായിട്ടുള്ള ഒരു വാസ്കുലർ ആക്സിസ് സൈറ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഷോർട്ട് ടേം ഹീമോഡയാലിസിസ്. അത് വളരെ ഷോർട്ട് ടേം ഹീമോഡയാലിസിസിന് വേണ്ടി മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ആ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഓർത്തു വെക്കേണ്ടത്. അതേസമയം നമ്മൾ ഫിസ്റ്റുലയും ഗ്രാഫ്റ്റും പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? അത് പെർമനന്റ് വാസ്കുലർ ആക്സിസ് ആയിട്ടാണ്, അത് ലോങ് ടൈം ഹീമോഡയാലിസിസിന് ഉപയോഗിക്കുന്നതാണ്. അതേസമയം നിങ്ങളോട് ചോദിക്കുകയാണ് വിച്ച് വാസ്കുലർ ആക്സിസ് സൈറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഷോർട്ട് ടൈം ഹീമോഡയാലിസിസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ എന്താണ്? വാസ്കുലർ ആക്സിസ് കത്തീറ്റർ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്? മനസ്സിലായല്ലോ? അപ്പൊ നോക്കി, if the kidney disease has progressed rapidly, a patient may not have a time for the placement for an AV fistula or AV graft before beginning hemodialysis treatment. അതാണ് പറഞ്ഞത്. ചിലപ്പോൾ പെട്ടെന്ന് ഡയാലിസിസ് ചെയ്യേണ്ടി വന്നാൽ ഫിസ്റ്റുലയോ ഗ്രാഫ്റ്റോ ചെയ്യാനുള്ള ടൈം കിട്ടില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്നത് വാസ്കുലർ ആക്സിസ് കത്തീറ്റർ ആണ്. അപ്പൊ 3 ടൈപ്പ് വാസ്കുലർ ആക്സിസ് സൈറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. AV ഫിസ്റ്റുല എന്താണ്, AV ഗ്രാഫ്റ്റ് എന്താണ്, വാസ്കുലർ ആക്സിസ് കത്തീറ്റർ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ. ആരാണ് നെഫ്രോളജിസ്റ്റ്? നെഫ്രോളജി അറിയാലോ, നെഫ്രോളജി കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ് അല്ലെ. അപ്പൊ നെഫ്രോളജിസ്റ്റ് ആരായിരിക്കും? അതായത് കിഡ്നി പ്രോബ്ലംസിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെഫ്രോളജിസ്റ്റ് എന്ന് പറയുന്നത്. വായിക്കാട്ടോ. എ നെഫ്രോളജിസ്റ്റ്, എ ഡോക്ടർ ഹു സ്പെഷ്യലൈസസ് ഇൻ കിഡ്നി പ്രോബ്ലംസ്. അണ്ടർലൈൻ ചെയ്യാട്ടോ. കിഡ്നി പ്രോബ്ലംസിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെഫ്രോളജിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് an interventional radiologist. ആരാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എ ഡോക്ടർ who utilizes medical imaging tools to execute the operations and performs the venous catheter placement procedure in a hospital or an outpatient center. അതായത് ഒരു ഔട്ട്പേഷ്യന്റ് സെന്ററിലോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലോ ഈ പറയുന്ന കത്തീറ്റർ അല്ലെ, കത്തീറ്റർ പ്ലേസ്മെന്റ് പ്രൊസീജിയറുകളൊക്കെ ചെയ്യുന്നതിനായിട്ട് ഇമേജിംഗ് ടൂൾസുകൾ ഉപയോഗിക്കുന്ന ഡോക്ടറിനെയാണ് നമ്മള് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. റേഡിയോളജിസ്റ്റ് എന്ന് തന്നെ പറയുന്ന ആരാണ്? ഈ സ്കാനും മറ്റുമൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ല, ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, അവരെയാണ് നമ്മൾ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഈ റേഡിയോളജിസ്റ്റിനെ പറ്റി ഇവിടെ പറയാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്നറിയാമോ? നമ്മളൊരു കാര്യം പറഞ്ഞു അല്ലെ, വാസ്കുലർ ആക്സിസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഒരു മൈനർ സർജറി നമ്മൾ നടത്തും. നമ്മൾ ഓടിപ്പോയിട്ട് വാസ്കുലർ ആക്സിസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യല്ല ചെയ്യുന്നത്. പകരം എന്താണ്? നമ്മുടെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വെയിൻ അല്ലെങ്കിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ആർട്ടറിനെ നമുക്ക് ആദ്യം കണ്ടെത്തണം അല്ലെ. അങ്ങനെ കണ്ടെത്താനായിട്ട് നമ്മൾ ആരുടെ സഹായമാണ് എടുക്കുന്നത്? റേഡിയോളജിസ്റ്റിന്റെ സഹായമാണ് നമ്മൾ എടുക്കുന്നത്. അതായത് നമ്മളിപ്പോ ഒരു ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വാസ്കുലർ ആക്സിസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമല്ലോ. ഈ വാസ്കുലർ ആക്സിസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ ആർട്ടറിയും വെയിനും ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ആർട്ടറി അല്ലെങ്കിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വെയിൻ ഏതാണെന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തണം. അത് കണ്ടെത്താനായിട്ട് നമ്മൾ റേഡിയോളജിസ്റ്റിന്റെ സഹായമാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് തന്നെ അവർ സ്കാനൊക്കെ ചെയ്ത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വെയിൻ ഏതാണ്, ആർട്ടറി ഏതാണെന്നുള്ളത് ആദ്യം അത് ഐഡന്റിഫൈ ചെയ്യണം. അത് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന സർജറിയും മറ്റുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇൻ കേസ് നമ്മുടെ കൈകളിൽ ഈ പറയുന്ന ഹെൽത്തി ആയിട്ടുള്ള ആർട്ടറി ഇല്ല, വെയിൻ ഇല്ല, അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ കാലിൽ നോക്കും. കാലിൽ ഈ പറയുന്ന സ്കാൻ ചെയ്ത് റേഡിയോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടി സ്കാൻ ചെയ്ത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വെയിനും ആർട്ടറിയും നമ്മൾ കണ്ടെത്തണം. കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നീട് അതിനുശേഷം മുഴുവൻ ഡയാലിസിസ് നമ്മൾ പിന്നെ അതിലൂടെ ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വെയിനും ആർട്ടറിയും കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ റേഡിയോളജിസ്റ്റിന്റെ സഹായമാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് റേഡിയോളജിസ്റ്റിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സോ ഒന്ന് വായിക്കുക, അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എ ഡോക്ടർ ഹു യൂട്ടിലൈസസ് മെഡിക്കൽ ഇമേജിംഗ് ടൂൾസ് ടു എക്സിക്യൂട്ട് ഓപ്പറേഷൻസ് ആൻഡ് പെർഫോംസ് ദ വീനസ് catheter placement procedure in a hospital or an outpatient center. Okay. അടുത്തത് കേട്ടോ. The patient gets a local anesthesia and sedation to be calm and relaxed in the course of this procedure കേട്ടോ. അപ്പൊ ഈ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? അനസ്തേഷ്യ കൊടുക്കുന്നുണ്ട് കേട്ടോ. അനസ്തേഷ്യ കൊടുത്തിട്ടാണ് ഈ പറയുന്ന സർജറികൾ നടത്തുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിച്ച അതേ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ.
venous catheters are not perfect for the long term use. അല്ലെ, നമ്മൾ ഈ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ venous catheters എന്ന് പറഞ്ഞാൽ ഒരിക്കലും ലോങ് ടേം യൂസിന് അനുയോജ്യമാണ്. കാര്യം എന്താണ്? ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വിത്ത് എ venous catheter a patient may generate a blood clot, an infection or cause the vein to narrow. കണ്ടോ, venous catheter ചെയ്യുകയാണെങ്കിൽ ബ്ലഡ് ക്ലോട്ടിനുള്ള ചാൻസ് കൂടുതലാണ്, ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് മാത്രമല്ല വെയിൻ വളരെയധികം നാരോ ആയി പോകാനുള്ള, ഇടുങ്ങി പോകാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ venous catheters ഒരിക്കലും ഒരു ലോങ് ടേം ഹീമോഡയാലിസിസിന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. However, if a patient wants to start the hemodialysis right away, a venous catheter will work for several weeks or months till a surgeon can do a long-term access surgery and the AV fistula or AV graft has time to mature. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഒരു ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ AV ഫിസ്റ്റുലയ്ക്കും AV ഗ്രാഫ്റ്റിനും മുമ്പായിട്ട് നമുക്ക് കുറച്ച് നാള് വരെ വീനസ് കത്തീറ്റർ ഉപയോഗിച്ചിട്ട് ഡയാലിസിസ് നമുക്ക് ചെയ്യാം. പക്ഷെ അത് അധികം എന്ത് ചെയ്യുന്നില്ല, പ്രിഫർ ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻഫെക്ഷനും മറ്റൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് നമ്മളത് അധികം പ്രിഫർ ചെയ്യുന്നില്ല. പക്ഷെ ഇമ്മീഡിയറ്റ് ഡയാലിസിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു AV ഫിസ്റ്റുലയോ AV ഗ്രാഫ്റ്റോ മെച്ചർ ആവുന്നത് വരെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? വീനസ് കത്തീറ്റേഴ്സിലൂടെ ഡയാലിസിസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത് നോക്കിയേ, both the AV fistula and the AV graft are outlined for the long term dialysis treatment. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഈ പറയുന്ന AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റും നമ്മൾ ലോങ് ടേം ഹീമോ ഡയാലിസിസിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. രണ്ടും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റും നമുക്ക് ലോങ് ടേം ഹീമോ ഡയാലിസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അത് പെർമനന്റ് വാസ്കുലർ ആക്സസ് ആയിട്ടാണ്. ഓക്കെ, ഇനി people who get AV fistulas are healed and ready to begin hemodialysis 2 to 3 months after their surgery. 2 to 3 months എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. AV ഫിസ്റ്റുല കഴിഞ്ഞു കഴിഞ്ഞാല് 2-3 മാസങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് അതിലൂടെ ഹീമോഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ AV ഫിസ്റ്റുല മെച്യൂർ ആവാനാണ് കൂടുതൽ സമയം എടുക്കുന്നത് കേട്ടോ. 2 to 3 മാസങ്ങൾ വരെ എടുക്കുന്നുണ്ട്. അതേസമയം people who receive AV graft will be ready in 2 to 3 weeks കേട്ടോ. AV graft ആണെങ്കിൽ അത് മെച്യൂർ ആവാനായിട്ട് 2 to 3 ആഴ്ചകൾ വരെ എടുക്കുന്നത്. 2 to 3 weeks ആണ്, മാറിപ്പോകരുത്. 2-3 ആഴ്ചകൾ മാത്രമാണ് എടുക്കുന്നത്. Catheters are outlined for the short run temporary use കേട്ടോ. Catheters നമ്മൾ ഒരു ഷോർട്ട് ടൈം ഹീമോഡയാലിസിസിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങള്? അതോടുകൂടി നമ്മുടെ ഹീമോഡയാലിസിസ് അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഹീമോഡയാലിസിസ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ നമ്മള് ബ്ലഡ് ശരീരത്തിന്റെ പുറത്തേക്ക് എടുക്കുന്നു, അത് നമ്മൾ ഡയാലിസിസ് മെഷീനിലൂടെ കടത്തി വിടുന്നു. അതിനകത്തൊരു ഡയാലിസർ ഉണ്ട്. പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ നമ്മൾ തിരിച്ച് ശരീരത്തിനകത്തോട്ട് കയറ്റി വിടും. ദാറ്റ് ഈസ് കോൾഡ് ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? ഒരു വാസ്കുലർ ആക്സസ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അത് നമുക്ക് 3 രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. അതാണ് AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ്, അതുപോലെ തന്നെ എന്താണ് വീനസ് കത്തീറ്റർ അല്ലെ. അതിനകത്ത് AV ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ an artery and vein. ഓക്കെ, AV ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് an artery and vein is connected to a holosynthetic tube, that is graft, that is called AV graft കേട്ടോ. വീനസ് കത്തീറ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ catheter is placed in the large vein, usually in the neck, to perform the dialysis. ഇനി നമ്മൾ പഠിച്ചത് AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെർമനന്റ് വാസ്കുലർ ആക്സസ് ആയിട്ടാണ്, ആൻഡ് ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ ദ ലോങ് ടേം ഹീമോഡയാലിസിസ് ആണ്. ഓക്കെ, അതിനകത്ത് തന്നെ AV ഫിസ്റ്റുല ഹാസ് ദ റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ. ഓക്കെ, AV ഗ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഫിസ്റ്റുല അപേക്ഷിച്ച് ഗ്രാഫ്റ്റിന് കുറച്ച് കൂടുതലാണ് കേട്ടോ. അത്രയും മാത്രം ഓർത്താൽ മതി. ഇനി വീനസ് കത്തീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് it is a temporary vascular access site, so it is only used for the short term hemodialysis. Okay, പിന്നെ AV ഫിസ്റ്റുല മെച്യൂർ ആവാനായിട്ട് എത്ര നാൾ എടുക്കുന്നത് നമ്മൾ പറഞ്ഞത്? 2 to 3 months ആണ് കേട്ടോ. 2 to 3 മാസങ്ങൾ വരെയാണ് എടുക്കുക. AV ഗ്രാഫ്റ്റ് മെച്യൂർ ആവാനായിട്ട് 2 to 3 weeks ആണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയാണ് നമ്മൾ അതിനകത്ത് പഠിച്ചത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യാമോ? ചോദിക്കാം. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് വാസ്കുലർ ആക്സസ് ആയിട്ട് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഷോർട്ട് ടേം ഹീമോഡയാലിസിസ് എന്ന് പറയാമോ?
Which vascular access site is used for the short-term hemodialysis? ഏതാണെന്ന് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ അർജി. എന്താണ് വാസ്കുലർ കത്തീറ്റർ? ഓക്കെ, സംഗീത കറക്റ്റ് ആണ്. വാസ്കുലർ, ക്രിസ്റ്റീന വാസ്കുലർ പറഞ്ഞു, പ്രിയ, മുബീല കറക്റ്റ് ആണ് കേട്ടോ. വാസ്കുലർ കത്തീറ്റർ. വിച്ച് വാസ്കുലർ ആക്സസ് സൈറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ദ ലോങ് ടേം ഹീമോഡയാലിസിസ്? ലോങ് ടേം ഹീമോഡയാലിസിസിന് ഉപയോഗിക്കുന്ന വാസ്കുലർ ആക്സസ് സൈറ്റ് ഏതാണെന്ന് പറയാമോ? ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റും പറയാം കേട്ടോ. ഫിസ്റ്റുല മാത്രമല്ല, AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റും രണ്ടും നമുക്ക് ലോങ് ടേം ഹീമോഡയാലിസിസിന് ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. പ്രിയ, നിമിഷ, അനിത, അഞ്ജന, പ്രിയ, സൗഭർണിക, ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. ഇനി അടുത്തത്, which vascular access site has the rarest chance of infection? Which vascular access site has the rarest chance of infection? ഇതാണ്. ഓക്കെ, പിന്നെ കറക്റ്റ് ആണ് കേട്ടോ. ശ്രീഷ്മ കറക്റ്റ് ആണ്. AV ഫിസ്റ്റുലയാണ് കേട്ടോ. ഓക്കെ, പിന്നെന്താ ചോദിക്കാം? ഓക്കെ ക്ലിയർ ആണ്, നമുക്ക് ഓക്കെ ആണ് തോന്നുന്നു, മനസ്സിലായിട്ടുണ്ട്. ആൻസർ ഒക്കെ കറക്റ്റ് ആണ്. എനിക്ക് ചോദിച്ചാൽ ഞാൻ സമയം കളയുന്നില്ല. അപ്പൊ നെഫ്രോളജിസ്റ്റ് ആരാണെന്ന് പഠിച്ചു വെക്കാം, അതുപോലെ തന്നെ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ആരാണെന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് കേട്ടോ. പെരിറ്റോണിയൽ ഡയാലിസിസിന് PD എന്നാണ് കേട്ടോ. PD. ഓക്കെ, ഹീമോഡയാലിസിസിന് HD എന്നാണ് നമ്മൾ ഷോർട്ട് ആയിട്ട് വിളിക്കുന്നത്. പെരിറ്റോണിയൽ ഡയാലിസിസിന് PD എന്നാണ് കേട്ടോ. ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഈ പറയുന്ന വാസ്കുലർ ആക്സസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സർജറി വേണ്ടത്. സർജറിയിലൂടെയാണ് വാസ്കുലർ ആക്സസ് സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോ ആ സർജറിക്കായിട്ട് നമ്മൾ ഈ പറയുന്ന എന്താ പറയാ റേഡിയോളജിക്കൽ ടൂൾസുകൾ ഉപയോഗിക്കുന്ന ഡോക്ടർ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, വാസ്കുലർ ആക്സസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള വെയിനും ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ റേഡിയോളജിസ്റ്റിന്റെ സഹായം വേണം. റേഡിയോളജിസ്റ്റുകളാണ് അതൊക്കെ സ്കാൻ ചെയ്ത് നോക്കും. ഫസ്റ്റ് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അവര് ഹെൽത്തി വെയിനും ആർട്ടറിയും ഒക്കെ കണ്ടുപിടിക്കും. അത് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ വാസ്കുലർ ആക്സസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അവിടെ സെന്റൻസിൽ പറയുന്നുണ്ട്, ഡോക്ടർ ഹു യൂട്ടിലൈസസ് മെഡിക്കൽ ഇമേജിംഗ് ടൂൾസ്. ഇമേജിംഗ് ടൂൾസ് എന്ന് പറഞ്ഞാൽ സ്കാനിങ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇമേജിംഗ് ടൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന വീനസ് കത്തീറ്റർ പ്ലേസ്മെന്റ് പ്രൊസീജിയറുകളൊക്കെ ചെയ്യുന്ന ഡോക്ടറിനെയാണ് നമ്മുടെ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ പെരിറ്റോണിയൽ ഡയാലിസിസ് പഠിക്കാം കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഫോളോ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എന്താണ് ഗ്രാഫ്റ്റും AV ഫിസ്റ്റുലയിലും നമ്മള് സർജറി ചെയ്യുമ്പോൾ ഔട്ട്പേഷ്യക്ക് കൊടുക്കുമോന്ന് അതിന്? വാസ്കുലറിന് മാത്രമാണോ, ഷോർട്ട് ടേം ചെയ്യുന്നതിന് മാത്രമാണോ സർജറിക്ക് മറ്റേ അനസ്തേഷ്യ കൊടുക്കുന്നത്? എനിക്ക് ക്ലിയർ ആവുന്നില്ലല്ലോ റംസിന് ചോദിക്കുന്ന കാര്യം. AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റും നമ്മൾ എന്താണ് വാസ്കുലർ ആക്സസ് സൈറ്റുകളാണ്. അല്ല മാം, AV ഗ്രാഫ്റ്റും AV ഫിസ്റ്റുലയും മറ്റേ വാസ്കുലറിലല്ലേ ഷോർട്ട് ടേം ആയിട്ട് നമ്മൾ ചെയ്യുന്നത്? വാസ്കുലർ അല്ലേ നമ്മൾ ഷോർട്ട് ടേം ആയിട്ട് സർജറി ചെയ്യുന്നത്? ഒന്ന് മെസ്സേജ് ചെയ്യാമോ റംസിന? ഡയാലിസിസ് ഷോർട്ട് ടേം ആയിട്ട് ചെയ്യേണ്ട വാസ്കുലർ അല്ലേ? അതെ, AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റും നമ്മൾ ലോങ് ടേം ഹീമോഡയാലിസിസിന് ഉപയോഗിക്കുന്നത്. ഒരുപാട് തവണ നമുക്ക് ഡയാലിസിസ് ചെയ്യാനായിട്ട് ആ രണ്ട് വാസ്കുലർ ആക്സസ് സൈറ്റ് ഉപയോഗിക്കാം. ഓക്കെ, ഷോർട്ട് ടേമിന് ഉപയോഗിക്കുന്നത് എന്ത് മാത്രമാണ്? അല്ല മാം, അതിലും റേഡിയോളജിസ്റ്റും അനസ്തേഷ്യയുടെ ഒക്കെ ആവശ്യമുണ്ടോന്ന്? അതിലും ചെറുതായിട്ട് സർജറി പോലെ ചെയ്യുന്നത് ആവശ്യമുണ്ടോന്ന് ചോദിച്ചു. ഓക്കെ. ഓക്കെ, ഇപ്പൊ വേറെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.